ഹലോ, നമസ്കാരം. നമ്മളിപ്പോഴുള്ളത് ഒരു പുരാതന ടൗൺ കാണുന്നതിന് വേണ്ടിയുള്ള സ്പെഷ്യൽ വാഹനത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ്. ഹോയ് അൻ, അതാണ് ആ ടൗണിൻ്റെ പേര്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ബാന ഹില്ലിൻ്റെ കാഴ്ചകൾ കണ്ടു. അതിനുശേഷം ആണ് നമ്മൾ ഇവിടെ എത്തിയത്. ഇവിടെ നിന്നും ഈ കാണുന്ന ഇലക്ട്രിക് കാറുകളിൽ മാത്രമേ നമുക്ക് പുരാതന ടൗണിലേക്ക് പോകാൻ കഴിയൂ. മറ്റു വാഹനങ്ങൾ അങ്ങോട്ട് കടത്തിവിടില്ല. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം. നാട്ടുസഞ്ചാരിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് അവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ നമ്മുടെ ബസ്സിലാണ് ഇവിടെ എത്തിയത്. ഇനി ഈ ഇലക്ട്രിക് കാറുകളിലാണ് യാത്ര. ഒരു വിൻറ്റേജ് സ്റ്റൈൽ വാഹനം. വില്ലേജിലേക്ക് ഈ വാഹനങ്ങൾ മാത്രമേ കടക്കൂ എന്നാണ് പറയുന്നതെങ്കിലും മറ്റു വാഹനങ്ങളും നിരത്തിൽ ധാരാളമായി കാണുന്നുണ്ട്. ചിലപ്പോൾ ആ വാക്കിംഗ് വില്ലേജിലേക്ക് മറ്റു വാഹനങ്ങൾ കടക്കില്ലായിരിക്കും. റോഡിനിരുവശവും ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ സാധാരണ കാണുന്ന തരത്തിലുള്ള കെട്ടിടങ്ങളും കച്ചവട സ്ഥാപനങ്ങളും. നമ്മൾ ഹോയ് അനിലേക്ക് കടക്കുന്നു. പക്ഷെ ഇവിടെയും മറ്റു വാഹനങ്ങൾ കാണുന്നുണ്ട്. ഒരു പക്ഷേ ടൂറിസ്റ്റുകളെ പറ്റിക്കുന്നതിനുള്ള ഒരു ഏർപ്പാടായിരിക്കും ഈ ഇലക്ട്രിക് കാർ. ഇവിടം വരെയാണ് വാഹനത്തിൽ യാത്ര ചെയ്യാൻ കഴിയുന്നത്. ഇനി നടന്നു കാണണം. അതായത് വാക്കിംഗ് സ്ട്രീറ്റിലൂടെയുള്ള നടത്തം. ഇത് ഒരു പ്രത്യേക തരം കച്ചവടക്കാർ. ഫ്രൂട്ട്സും മറ്റും തോളിൽ തൂക്കി വിൽപ്പനയ്ക്കായി നടന്നു പോകുന്നു. ഇതാണ് ഇവിടുത്തെ പരമ്പരാഗത കച്ചവട രീതി. അതും വെച്ച് ഫോട്ടോ എടുക്കണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഫോട്ടോ എടുക്കുന്നതിന് പണം നൽകേണ്ടി വരും. ഒരു നദിയെ ബാക്ക്ഗ്രൗണ്ടാക്കി ഫോട്ടോ എടുക്കാൻ ഞങ്ങൾ രണ്ടു വരിയായി നിൽക്കണമെന്നാണ് ലിൻ ആവശ്യപ്പെടുന്നത്. ടൂബോൺ, അതാണ് ആ നദിയുടെ പേര്. നദിയിൽ ചെറുവള്ളങ്ങളിൽ ധാരാളം ടൂറിസ്റ്റുകൾ തുഴഞ്ഞു നീങ്ങുന്നു. ഒരു പ്രത്യേക തരം വള്ളം, കളർഫുള്ളായ വള്ളം. എൻ്റെ ഭാര്യ ഇതിൻ്റെ വെയിറ്റ് ഒന്ന് നോക്കുകയാണ്. ഒരു കാര്യം മനസ്സിലായി കാണും, എത്ര കഷ്ടപ്പെട്ടാണ് ആ സ്ത്രീകൾ ജീവിക്കുന്നത് എന്ന്. ഭാരം ഒരാൾക്ക് താങ്ങാൻ കഴിയാത്തതിനാൽ ഇപ്പോൾ രണ്ടുപേർ ചേർന്ന് ഉയർത്തി നോക്കുന്നു. പക്ഷെ ആ ഭാരം സിമ്പിളായി ആ സ്ത്രീ ചുമക്കുന്നു. ഇതുകൊണ്ടാവും അവർ കുടുംബം പോറ്റുന്നത്. നമ്മുടെ കൂട്ടത്തിലുള്ള ചിലർ ബുദ്ധിപൂർവ്വം ചുമക്കുന്ന സ്ത്രീകളുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു. മറ്റു ചിലരാകട്ടെ ഒരു കൈ നോക്കാൻ തന്നെ തീരുമാനിക്കുന്നു. ഫോട്ടോ എടുക്കൽ മാത്രമാക്കിയില്ല, ഫ്രൂട്ട്സും വാങ്ങി. പാവങ്ങൾ ജീവിക്കട്ടെ.
ഇവിടെ നിന്നാണ് വാക്കിംഗ് സ്ട്രീറ്റ് ആരംഭിക്കുന്നത്. ഇരുവശങ്ങളിലും കാണുന്ന കെട്ടിടങ്ങൾക്ക് ഒരു ചൈനീസ് ടച്ചുണ്ട്. ഇതൊരു പുരാതന ടൗണാണ്, പുരാതന കാലത്തെ ഒരു തുറമുഖ നഗരം. ഈ ടൗണിന്റെ ഒഫീഷ്യൽ നെയിം ഹോയി അൻ ആൻഷ്യന്റ് ടൗൺ എന്നാണ്. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ഒരു പ്രധാന ട്രേഡിംഗ് പോർട്ട് അതേപടി നിലനിർത്തിയിരിക്കുന്നു ഇവിടെ. പതിനഞ്ചാം നൂറ്റാണ്ട് മുതൽ 19-ാം നൂറ്റാണ്ട് വരെ ഇത് ഒരു തുറമുഖ നഗരമായിരുന്നു. ഇവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള കെട്ടിടങ്ങൾ ഒരു കാലത്ത് ഇവിടം താവളമാക്കിയിരുന്ന ജപ്പാൻകാരുടെയും ചൈനക്കാരുടെയും നിർമ്മിതികളാണ്. കച്ചവടത്തിനായി എത്തിയവർ നിർമ്മിച്ച വീടുകളും സ്ഥാപനങ്ങളും. ഈ ടൗണിൽ തലങ്ങും വിലങ്ങും കനാലുകളാണ്. ഇതാണ് പൂബോൺ നദിയുടെ അടുത്തു നിന്നുള്ള ദൃശ്യം. ഇവിടെ എന്തോ ഒരു ഡിഷ് ഉണ്ടാക്കുന്നു. വഴി നീളെ ഇത്തരങ്ങൾ കാഴ്ചകൾ കാണുന്നുണ്ട്. കെട്ടിടങ്ങൾ കൂടുതലും തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. എത്രമാത്രം ടൂറിസ്റ്റുകളാണ് ഇവിടെ ഉള്ളതെന്ന് നോക്കൂ. ഒരു വശത്ത് നദി, മറുവശത്ത് കച്ചവട കേന്ദ്രങ്ങളും റെസ്റ്റോറൻറ്റുകളും. ഇവിടെ ഒരു വിചിത്ര കോഫി ഷോപ്പ്, പോയ്സൺ കോഫി. ഒറിജിനൽ വിഷമാണോ എന്തോ. തുടർന്ന് ഫ്രഞ്ച് അധിനിവേശ കാലത്ത് അവരും ഇവിടെ താവളമാക്കി. അങ്ങനെയാണ് ഇവിടെ ഫ്രഞ്ച് മാതൃകയിലുള്ള വീടുകളും കെട്ടിടങ്ങളും ഉണ്ടായത്. ഫ്രഞ്ചുകാരുടേതാണ് ഈ കാണുന്ന കളർഫുൾ നിർമ്മിതികൾ. ഈ ടൗണിന്റെ ആകെ വിസ്തീർണം 60 സ്ക്വയർ കിലോമീറ്റർ ആണ്. ജനസംഖ്യ 1,52,160. ഇതാണ് ഇവിടുത്തെ ഒരു പ്രധാന ആകർഷണം, ജാപ്പനീസ് ബ്രിഡ്ജ്. ഇത് ഒരു ഫുഡ് ബ്രിഡ്ജാണ്. 2 നിലകളുള്ള ഒരു ഫുഡ് ബ്രിഡ്ജ്. അതിന്റെ മുകളിലെ നില ഒരു ക്ഷേത്രമാണ്. പതിനാറാം നൂറ്റാണ്ടിൽ ഇവിടെ ഉണ്ടായിരുന്ന ജാപ്പനീസ് വ്യാപാരികളാണ് ഈ ബ്രിഡ്ജ് പണിതത്. 18 മീറ്റർ നീളവും 3 മീറ്റർ വീതിയും ഉണ്ട് ഇതിന്. 1593 തുടങ്ങിയ പാലത്തിന്റെ പണി പൂർത്തിയായത് 1595 ഈ പാലത്തിന്റെ ഒരു വശത്ത് ജപ്പാൻകാരും മറുവശത്ത് ചൈനക്കാരുടെയും തെരുവുകളാണ്. ബ്രിഡ്ജിന്റെ മുകൾ നിലയിലൂടെയാണ് നമ്മളിപ്പോൾ നടക്കുന്നത്. ഈ പാലത്തിന്റെ തുടക്കത്തിലും അവസാനത്തിലും 2 വിചിത്ര ദൈവ സങ്കല്പങ്ങളുണ്ട്. അതിലൊന്ന് ഇതാണ്, ഡോഗ് ഗോഡ്. മറ്റേത് മങ്കി ഗോഡാണ്. പുരാതന ജാപ്പനീസ് വിശ്വാസത്തിന്റെ ഭാഗം. ആയിരത്തി 1653 ഈ പാലത്തിന് മുകളിൽ ജപ്പാൻകാർ ഒരു ക്ഷേത്രം പണിതത്. ഭൂമി കുലുക്കത്തിൽ നിന്നും രക്ഷ നേടുന്നതിന് നിർമ്മിച്ച ക്ഷേത്രം. 17-ാം നൂറ്റാണ്ടിൽ ജപ്പാൻകാർ പിൻവാങ്ങിയ ശേഷവും ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇതിന് അതേപടി നിലനിർത്തി. തടിയും ചുടുകല്ലും കൊണ്ടാണ് ഈ പാലത്തിന്റെ ഭൂരിഭാഗവും നിർമ്മിച്ചിട്ടുള്ളത്.
3 പാർട്ടായാണ് ആ ബ്രിഡ്ജ് ഉള്ളത്. 2 വശത്തു നിന്നും തുടങ്ങി നടുക്ക് 3ാമതൊരു മേൽക്കൂര. ഇതാണ് മറ്റേ പ്രതിമ, മങ്കി ഗോഡ്. ഈ തെരുവ് നീണ്ടു പോകുന്നുണ്ട്. എന്തായാലും അങ്ങോട്ട് പോകുന്നില്ല. അവിടെയും നമ്മൾ ഈ കണ്ട തരത്തിലുള്ള സോവനീർ ഷോപ്പുകളും റെസ്റ്റോറൻറ്റുകളും മറ്റുമാവും ഉണ്ടാവുക. ചൈനീസ് തെരുവാണ് അങ്ങോട്ടെന്നാണ് തോന്നുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു ക്ഷേത്രമാണ്. അതേക്കുറിച്ച് ലിൻ പറയുന്നത് കേൾക്കൂ. Hunting dragons. Hunting dragon. You know what that means? They're having babies. No. Having baby this year. This year. They believe that if they have baby boys this year, good year for Good baby. for them, good yeah, for them. baby boys. Very good. Okay. Gender discrimination. Not much nowadays, but usually the dragons, if the boy was born on the dragon, it would be better compared to the girls. Yeah, and we do not like if the girls were born on the tiger. ഇതാണ് ക്ഷേത്രം. ഡ്രാഗണാണ് പ്രതിഷ്ഠ. ചൈനീസ് വാസ്തുശില്പകലയിൽ നിർമ്മിച്ച ക്ഷേത്രം. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ ആൺകുട്ടികൾ ജനിക്കുമെന്നാണ് ഇവിടുത്തുകാരുടെ വിശ്വാസം എന്നാണ് ലിൻ നേരത്തെ പറഞ്ഞത്. കഷ്ടം തന്നെ, ഇത്തരം ചിന്തകൾ ഇപ്പോഴും ഉണ്ട് എന്ന് അറിയുമ്പോൾ കഷ്ടം തോന്നുന്നു. വിശ്വാസം നല്ലതല്ലെങ്കിലും ക്ഷേത്രം ഗംഭീരം തന്നെ. ഹണ്ടിങ് ഡ്രാഗൺ, അതാണ് പ്രതിഷ്ഠ. കണ്ടിട്ടൊന്നും മനസ്സിലാകുന്നില്ല എന്ന് മാത്രം. എന്നെ ഏറ്റവും അധികം ആകർഷിച്ചത് ഇതാണ്. എത്ര കഷ്ടപ്പെട്ട് കാണും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ. പുറകുവശത്തും രൂപങ്ങളുണ്ട്. വെളിച്ചക്കുറവ് കൊണ്ട് ദൃശ്യം ക്ലിയർ അല്ല. ക്ഷേത്രത്തിൽ നിന്നിറങ്ങി വീണ്ടും നടക്കുകയാണ്. ഇരുട്ട് വീഴുന്തോറും തിരക്ക് കൂടുന്നുണ്ട്. ഇവിടം വേൾഡ് ഹെറിറ്റേജ് സൈറ്റായി 1999 പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്പൈസ് ട്രേഡിങ്ങിൻ്റെ ഒരു സുപ്രധാന ഹബ്ബായിരുന്നു ഇവിടം. 7-ാം നൂറ്റാണ്ട് മുതൽ 16-ാം നൂറ്റാണ്ട് വരെ ചമ്പ രാജവംശത്തിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു ഇവിടുത്തെ സ്പൈസ് ട്രേഡിംഗ്.
1535 പോർച്ചുഗീസുകാർ ഇവിടുത്തെ സ്പൈസ് ട്രേഡിങ്ങിൻ്റെ കുത്തക ഏറ്റെടുത്തു. ഇപ്പോൾ ഇവിടം വസ്ത്രങ്ങളുടെയും മറ്റ് ലെതർ ഉൽപ്പന്നങ്ങളുടെയും ഒരു സുപ്രധാന കച്ചവട കേന്ദ്രമാണ്. വില താരതമ്യേന കുറവാണിവിടെ. ആയിരക്കണക്കിന് കച്ചവട സ്ഥാപനങ്ങളുണ്ട് ഇപ്പോൾ ഇവിടെ. ഇതൊരു മ്യൂസിയമാണ്. മ്യൂസിയം ഓഫ് ഫോക്ലോർ ഇൻ ഹോയാൻ. ഓൾഡ് ടൗൺ ഭാഗമാണ് ഇവിടെ. 2 നിലകളാണ് ഈ കെട്ടിടത്തിനുള്ളത്. മുകൾ നിലയിൽ 490 തരം പുരാതന വസ്തുക്കൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അവ 4 സെക്ഷനുകളായാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. പ്ലാസ്റ്റിക് ഫോക്ക് ആർട്സ്, പെർഫോമിംഗ് ഫോക്ക് ആർട്ട്, ട്രഡീഷണൽ ഒക്കുപ്പേഷൻ, ആർട്ടിഫാക്ട്സ് റിലേറ്റഡ് ടു ഡെയിലി ലൈഫ് ഓഫ് ഹോയൻ റെസിഡൻസ് എന്നിങ്ങനെയാണ്. അതായത് പ്ലാസ്റ്റിക്കിലുള്ള പുരാവസ്തുക്കൾ, പുരാതന വാദ്യോപകരണങ്ങൾ, പരമ്പരാഗതമായി ഉപയോഗിച്ചിരുന്ന പണിയായുധങ്ങൾ, പിന്നെ പുരാതന ഹോയൻ വീടുകളിൽ ദൈനംദിന ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ എന്നിങ്ങനെ. ഇതിൽ പ്ലാസ്റ്റിക് പുരാവസ്തുക്കൾ എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം പ്ലാസ്റ്റിക് പുതിയ കാലത്തിൻ്റെ ഒരു കണ്ടുപിടുത്തമാണ്. രാത്രിയായതിനാൽ പല ഭാഗത്തും വെളിച്ചക്കുറവുണ്ട്. ഇതൊരു കൂറ്റൻ കെട്ടിടമാണ്. 57 മീറ്റർ നീളവും 9 മീറ്റർ വീതിയുമുള്ള ഒരു പുരാതന കെട്ടിടം. ഇവിടെ വേറെയും മ്യൂസിയങ്ങളുണ്ട്. പക്ഷെ എല്ലാ മ്യൂസിയങ്ങളും കാണാനായി സമയമില്ല. മ്യൂസിയം കണ്ട് കറങ്ങിത്തിരിഞ്ഞ് വീണ്ടും നദിക്കരയിലെത്തി. ഇനി സ്വന്തമായി നടന്ന് കാഴ്ചകൾ കാണാനും ഷോപ്പിങ്ങിനും അനുവദിച്ച സമയമാണ്. 1 മണിക്കൂർ സമയമാണ് അനുവദിച്ചിട്ടുള്ളത്. അതിനുശേഷം ഡിന്നറിന് പോകും. ഫ്രൂട്ട്സിൻ്റെയും ചുട്ട മാംസത്തിൻ്റെയും കൊതിപ്പിക്കുന്ന മണം. ഫ്രൂട്ട്സ് വാങ്ങി. വിവിധതരം ഫ്രൂട്ടുകൾ ഭംഗിയായി ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. കണ്ടാൽ വാങ്ങി തിന്നുപോകും. നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ റോക്കറ്റ് ശാസ്ത്രവും പക്ഷി പറക്കുന്ന ശാസ്ത്രവും തമ്മിലുള്ള ബന്ധം പരിശോധിക്കുന്നു എന്നാണ് തോന്നുന്നത്. ഇതൊരു മാർക്കറ്റാണ്. ഇവിടെ കിട്ടാത്തതായ ഒരു സാധനവും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഒന്നും വാങ്ങാനല്ലെങ്കിലും ഇങ്ങനെ നടന്നു കാണാൻ നല്ല രസമുണ്ട്. സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ.
You buy something? It's good. Good dessert. Banana, like that. Banana? Yes, banana, mango. Banana pancake Nutella. Hey, banana? Banana. What Banana. okay? Vegan. No. Vegan rice fiber. You can write. You can write for No. I don't want now. It's okay. You can. Thank you. No problem. കുറഞ്ഞത് 1 കിലോമീറ്ററെങ്കിലും കാണും ഈ മാർക്കറ്റിന്റെ നീളം. ഇവിടെ വിവിധ തരം കടൽ വിഭവങ്ങൾ ബാർബിക്യൂ ചെയ്ത് നൽകാനായി വെച്ചിട്ടുണ്ട്. കണ്ടിട്ട് കൊതിയാവുന്നു. വാങ്ങി കഴിച്ചാൽ പിന്നെ ഡിന്നർ കഴിക്കാൻ പറ്റാതെ വന്നാലോ എന്ന് കരുതി വാങ്ങുന്നില്ല. ഈ ഫ്രൂട്ടുകൾ എത്ര ഫ്രഷാണെന്ന് കണ്ടോ. ഇവിടുത്തെ പഴങ്ങൾക്ക് ഒരു പ്രത്യേക രുചിയുണ്ട്. അതിവിടുത്തെ കാലാവസ്ഥയുടെ കാരണം കൊണ്ടാകും. നല്ല ഫ്രഷ് പ്രോൺസ്. ഇത് മുളയിൽ ഉണ്ടാക്കുന്ന രൂപങ്ങളാണ്. ഇത് നിർമ്മിക്കുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേക വിഭാഗക്കാരാണ്, കിങ് ബോങ് കാർപ്പൻറ്റേഴ്സ്. മുമ്പ് ഈ വിഭാഗക്കാരുടെ ഒരു വർക്കിംഗ് വില്ലേജ് ഇവിടെ ഉണ്ടായിരുന്നു. 15-ാം നൂറ്റാണ്ട് മുതൽ സജീവമായി ഉണ്ടായിരുന്ന ഒരു വില്ലേജ്. പിന്നെ അത് കാലഹരണപ്പെട്ടില്ലാതായി. എന്നാൽ ഇവിടം വേൾഡ് ഹെറിറ്റേജ് സൈറ്റായി പ്രഖ്യാപിച്ച ശേഷം ഈ വിഭാഗത്തെ സ്റ്റൈഫൻഡ് നൽകി ഇവിടെ വീണ്ടും സജീവമാക്കിയിട്ടുണ്ട്. ഇവർക്കിത് നിർമ്മിച്ച് വിറ്റ് പണം ഉണ്ടാക്കുന്നതിന് പുറമെ $854 മാസം സ്റ്റൈഫൻഡായും കിട്ടുന്നുണ്ട്. വളരെ സൂക്ഷ്മതയോടെ ചെയ്യേണ്ട പ്രവൃത്തി. ചെറുപ്പക്കാരെയും ഇപ്പോൾ ഈ തൊഴിലേക്ക് ആകർഷിക്കപ്പെടാനുള്ള പ്രധാന കാരണം ആ സ്റ്റൈഫൻഡ് ആണെന്ന് തോന്നുന്നു. നല്ല മണമുള്ള ഒരുതരം മുളയിലാണ് ഇവ നിർമ്മിക്കുന്നത്. അതിൻ്റെ സുഗന്ധം ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ബോധ്യപ്പെടുന്നുണ്ട്. ഇനി തിരികെ നടക്കാം. ഡിന്നറിന് പോകാനുള്ള സമയമായി. ഇവിടെ ഒരു വിശേഷപ്പെട്ട ഫെസ്റ്റിവൽ എല്ലാ മാസവും നടക്കാറുണ്ട്. ഹോയ് ആൻഡ് ലാൻറ്റേൺ ഫുൾ മൂൺ ഫെസ്റ്റിവൽ. എല്ലാ മാസത്തെയും പൂർണ്ണചന്ദ്ര ദിവസം ഇവിടെയുള്ള ആളുകൾ പരസ്പരം ലാൻറ്റനുകളും മെഴുകുതിരികളും പഴങ്ങളും കൈമാറും. ഒരു നല്ല നാളേക്കായി. ഇവിടെയാണ് ഇന്നത്തെ ഡിന്നർ. ഭക്ഷണത്തിന് പേര് കേട്ട ഒരിടമാണ് ഹോയ് ആൻ നഗരം. ഇവിടുത്തെ സ്പെഷ്യൽ പോർക്ക് നൂഡിൽ ഇവരുടെ ഒരു സിഗ്നേച്ചർ ഡിഷാണ്. ഇതോടുകൂടി ഈ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ.
ഒപ്പം ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് ആക്ടിവേറ്റ് ചെയ്താൽ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്ത എപ്പിസോഡിൽ കാണും വരെ ഗുഡ് ബൈ.